ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്നും ഒരു 55 കിലോമീറ്റർ അകലെ മാളയിലുള്ള ഒരു പള്ളിയിൽ പെരുന്നാളിന് വന്നിരിക്കുകയാണ്. പള്ളിയുടെ പേര് പറഞ്ഞാൽ സെൻറ്റ് സേവിയേഴ്സ് ചർച്ച്, തെക്കൻ താണിശ്ശേരി, മാള. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ നസ്രാണികളെ സംബന്ധിച്ച് നോയമ്പിന് മുന്നായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ പെരുന്നാളും. നോയമ്പിന് ശേഷമുള്ള ചില പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാണ് ഈ പെരുന്നാൾ, മാള തെക്കൻ താണിശ്ശേരിയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് ചർച്ചിലെ പെരുന്നാൾ. അപ്പോൾ നമ്മുടെ ജോസഫേട്ടനാണ് ഈ നടന്നു പോകുന്നത്. നമ്മുടെ ജോസഫേട്ടൻ, ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയാണിത്. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അടിപൊളി പന്തലാണ് കേട്ടോ. പന്തലിട്ടേക്കാണ്, ലൈറ്റ് കൊണ്ട് തന്നെ പന്തലിട്ടേക്കാം പള്ളിമുറ്റം വരെ. അപ്പോൾ ഇന്ന് നാളെ മറ്റന്നാൾ 3 ദിവസമാണ് പെരുന്നാൾ. അധികം പ്രദക്ഷിണത്തിൻ്റെ സമയത്തൊക്കെ നല്ല തിരക്കാണ്. പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞുകൊണ്ട് അത്ര തിരക്കുകളില്ല, ആൾക്കാരൊക്കെ പോയി ഒടുങ്ങി. എന്നിരുന്നാലും സൈലൻ്റായിട്ട് കാണാവുന്ന ഒരു നല്ലൊരു ആംബിയൻസ്, നല്ലൊരു പെരുന്നാളായി തോന്നി. കടകളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിസമാനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാവുന്ന കടകൾ ഒരു സൈഡിൽ നമ്മുടെ ഹലുവ, ഈന്തപ്പഴം, അതിൻ്റെ കടകൾ എല്ലാം കൊണ്ടും നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ ജോസഫേട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജോസഫേട്ടൻ ശരിക്കും പറഞ്ഞാൽ ബോംബെയിലാണ് ആള്. ചെറുപ്പത്തിലെ ഇവിടുന്ന് ഈ ഗ്രാമപ്രദേശമായിട്ടുള്ള മാളയുടെ താണിശ്ശേരി പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബോംബെയിലെത്തി വളർന്നു വന്ന ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ് പുള്ളി. ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ പ്രത്യേക ക്ഷണപ്രകാരം ആണ് വന്നിട്ടുള്ളത്. പള്ളിയാണ് കാണുന്നത് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുക, റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പള്ളിയുമേ ലൈറ്റ് ഇട്ടിട്ടില്ല. ഈ പെരുന്നാളിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 100 പൊൻകുരിശ് എഴുന്നള്ളത്തിനുണ്ടാവും എന്നുള്ളതായിരുന്നു പണ്ട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50 വർഷം 35 വർഷം മുമ്പൊക്കെ അടിപൊളി ഈ ലൈനിലുള്ള പെരുന്നാളായിരുന്നത്. 100 പൊൻകുരിശ്, 100 അതിൻ്റെ പിന്നാലെ 100 വെള്ളിക്കുരിശൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇടവക സ്ട്രെങ്ത്ത് കുറച്ച് പണ്ടത്തെ ഒരു ഗാംഭീര്യം ഇല്ലെന്നാണ് നമ്മുടെ ജോസഫേട്ടൻ്റെ അഭിപ്രായം. ആളൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്തുള്ള പഞ്ച് ഇപ്പം ഇല്ല. എന്നിരുന്നാലും പെരുന്നാൾ അടിപൊളിയാണ്. പോള് വന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പം, നമ്മുടെ സുഹൃത്തായിട്ടുള്ള പോള്, നമ്മുടെ ഒപ്പം ഓൾ ഇന്ത്യ റൈഡിനുണ്ടായിരുന്ന പോള് വന്നിട്ടുണ്ട്. ഞാനും പോളും അഗസ്റ്റ് ചേട്ടനുണ്ട്. ഞങ്ങൾ 4 പേരാണ് പെരുന്നാളിൽ വന്നത്. അഗസ്റ്റ് ചേട്ടൻ്റെ ഒരു സുഹൃത്താണ് മിസ്റ്റർ ജോസഫ് ഭായ്, നമ്മളങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ള ജോസഫ് ഭായ്. അപ്പോൾ ഞങ്ങൾ ഇതാണിത് പെരുന്നാളിൻ്റെ പേര് ഒന്നുകൂടി കാണിക്കാം. സെൻറ്റ് സേവിയേഴ്സ് ചർച്ച്, തെക്കൻ താണിശ്ശേരി. സമ്മാന കൂപ്പണൊക്കെ ഉണ്ട്. ഇത് പോളേട്ടൻ ജോസഫേട്ടൻ വന്നു. അടിപൊളിയാണ് ആള്, കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഞാൻ കാണുമ്പോഴൊക്കെ ആൾ നല്ല ഹാപ്പി മൂഡിലുള്ള ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ രൂപക്കൂട് വന്നു, കണ്ടു, തൊഴുതു. എല്ലാവരും പൈസ ഇട്ടു, നേർച്ചയിട്ടു. പോളും ജോസഫേട്ടനും നേർച്ചയൊക്കെ അടിച്ചു പോണു. പണി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചുരുങ്ങിപ്പോയെന്ന് പറഞ്ഞ പെരുന്നാൾ. ഇതിനേക്കാളും സമുചിതമായിട്ട് നല്ല രീതിയിൽ നടത്താനുള്ള പെരുന്നാൾ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പെരുന്നാളിന് ഞാൻ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് മുന്നേ. പക്ഷേ പെരുന്നാളിന് അഗസ്റ്റേട്ടനും ജോസഫേട്ടനും വിളിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തൊക്കെ വിളിക്കാറുണ്ട്, പക്ഷെ വരാൻ പറ്റാറില്ല. അങ്ങനെ വന്നു. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്, ശനിയാഴ്ച, ഏപ്രിൽ 13 ശനിയാഴ്ച.
അപ്പോൾ നാളെ വിഷുവാണ്, വിഷുവിൻ്റെ അന്നാണെന്ന് പറയാം പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.